പശ്ചിമേഷ്യൻ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. കൂടിയും കുറഞ്ഞു ഇരിക്കുന്നു. ഇറാൻ വളരെ വ്യക്തമായ ചില നിലപാടുകൾ എടുക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് പുതിയ പരമോന്നത നേതാവ് വരാൻ പോകുന്നു. അത് ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ ഉദ്ദേശിച്ച ആളല്ല. മാത്രമല്ല ഞങ്ങളുടെ യുദ്ധതന്ത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. ഇതൊക്കെ പറയുന്നത് മുൻ വിദേശകാര്യമന്ത്രിയാണ് ഇറാന്റെ. അദ്ദേഹം അവിടുത്തെ സ്റ്റേറ്റ് ടെലിവിഷനിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. എന്ന് പറഞ്ഞാൽ വാർ എന്നത് മാറി അതൊരു ടെററിസമാക്കി മാറ്റാനുള്ള ശ്രമം ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന യുദ്ധതന്ത്രങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് വ്യതിചലിച്ചുകൊണ്ട് എങ്ങനെയാണോ ക്രൂരതയുടെ പര്യായങ്ങളെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതിലേക്ക് ഇറാൻ കടക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ ലോകം മറ്റൊരു മഹായുദ്ധത്തിന് വഴി തെളിച്ചേക്കുമോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും തോമസ് സാറുണ്ട്, അഹമ്മദ് മാഷുണ്ട്. എങ്ങനെ കാണാം സാറേ ഇതിനെ? അപ്പോൾ ഈ പറഞ്ഞ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് മനോജ് ഹർ മൊത്താഖ് എന്ന് പറഞ്ഞിട്ട് ഇറാന്റെ മുൻ ഫോറിൻ മിനിസ്റ്ററാണ്, ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്ററാണ്. ഇപ്പോൾ അദ്ദേഹം ആസ്ഥാനത്ത് നിന്ന് മാറിയിട്ട് ഇപ്പോൾ MP ആണ്. പക്ഷേ അപ്പോൾ അദ്ദേഹം അവിടുത്തെ സ്റ്റേറ്റ് TV ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഈ കിടന്നതിനെപ്പറ്റി അമേരിക്കയുടെ പ്രശ്നം അത്ര ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. അമേരിക്കനെയൊക്കെ നമുക്ക് പിടിച്ചുകൊടുത്ത് നിർത്താൻ വളരെ എളുപ്പമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ മിലിറ്ററി ബേസസ് ഇഷ്ടംപോലെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാമല്ലോ, ഈ ബഹ്റൈൻ, UAE, സൗദിയൊക്കെ കുറച്ചുകൂടി വലിയ രീതിയിലുള്ളവരായിരിക്കും. പക്ഷേ കുവൈറ്റ്, ഖത്തർ, ജോർഡനൊക്കെ വളരെ എളുപ്പത്തിൽ അവിടെ പോയിട്ട് വേണമെങ്കിൽ ഈ അമേരിക്കൻ പട്ടാളക്കാർ ആ ബേസിൽ ഉള്ളവരെങ്കിലും പിടിച്ചിട്ട് പോരുക, അവരെ പിടിച്ച് കൊണ്ടുവന്നിട്ട് അവരെ അവിടെ നിന്ന് വലിച്ചഴച്ച് കൊണ്ടുവരണം. വലിച്ചഴച്ച് കൊണ്ടുവരിക, എന്നിട്ട് ടെഹ്റാനിൽ കൊണ്ടുവന്നിട്ട് പരേഡ് ദം ത്രൂ ദി സ്ട്രീറ്റ്സ് ഓഫ് ടെഹ്റാൻ ഇവരെ പ്രദർശിപ്പിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുക. എന്നിട്ട് അവരെ വെച്ചിട്ട് പിന്നെ വില പേശുക. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അത് പറഞ്ഞത് അവരുടെ സ്റ്റേറ്റ് TV ഉണ്ട്, അതിൻ്റെ പേര് നമുക്ക് ദൂരദർശനൊക്കെ ഉള്ള പോലെ അവർക്ക് പ്രസ് TV എന്നാണ് അതിൻ്റെ പേര്. വേറെ ഉണ്ട് ചാനലുകൾ പലത്. അപ്പോൾ ഇതിലാണ് അവർ ആദ്യം ചർച്ച ചെയ്തത്. അപ്പം ഇത് വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയത് കൊണ്ടും ഒരുപക്ഷെ അവിടുത്തെ എക്സ്ട്രീമിസ്റ്റ് ആൾക്കാർക്ക് ഇത് നല്ല താല്പര്യം തോന്നിയത് കൊണ്ടായിരിക്കാം മറ്റു പല ആൾക്കാരും ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂവിന് വിളിക്കാൻ തുടങ്ങി. അപ്പം പിന്നീട് വേറെ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ കൊടുത്ത ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വ്യത്യാസമൊന്നും വരുന്നില്ല, ലൈൻ ഇത് തന്നെയാണ്, ഒരു ചെറിയ വ്യത്യാസം മാത്രം വരുത്തി 100 ആൾക്കാരെ കൊണ്ടുപോകാമെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് പറയുമ്പോഴേക്ക് അദ്ദേഹം 1000 എന്നുള്ള ഇതിലേക്ക് മാറ്റി 1000 പേരെ പിടിക്കുക, ഇങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുവരിക, പിന്നെ അവിടെ പ്രദർശിപ്പിക്കുക. ആ മോഡസ് ഓപ്പറൻഡിലൊന്നും വ്യത്യാസമില്ല, നമ്പർ മാത്രം മാറ്റി. അപ്പോൾ ഇപ്പോൾ ഒരുപക്ഷെ ഇറാൻ അല്പം ഒരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടാവും. കാരണം ആദ്യം ട്രംപ് പല പ്രാവശ്യം അൾട്ടിമേറ്റൊക്കെ പറഞ്ഞു, ഇന്ന ദിവസത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അടിക്കും എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഒന്നും നടക്കണ്ടായിരുന്നില്ല. ഓരോ പ്രാവശ്യവും ട്രംപ് ഇങ്ങനെ മാറ്റി പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്ന അവിടെ ചില കാര്യങ്ങളൊക്കെ നല്ല പോലെ സംഭവിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ആക്രമണം നല്ല തോതിൽ നടക്കുന്നുണ്ട്. ഇറാനിലെ ഈ ഹാർഡ് കോർ എലമെൻസിന് പോലും ചെറിയ ഒരു കുലുക്കം സംഭവിച്ചിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോഴുള്ള പ്രശ്നം കൂടാതെ ഇനി ട്രംപ് പറയുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ നോക്കൗട്ട് പഞ്ച്. അത് കലാശക്കൊട്ടായിരിക്കും. കാരണം ഈ എനർജി സ്ഥാപനങ്ങൾ, അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ഓയിലിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം തകർക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രിഡ്ജസ് തകർക്കും എന്നൊക്കെ. അപ്പോൾ അതുകൂടി വന്നു കഴിയുമ്പോൾ ഒന്നുകൂടി പ്രശ്നം ഗൗരവം കൂടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ അദ്ദേഹം നിർബന്ധിതനായി. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇനി അമേരിക്ക എങ്ങാൻ ഗ്രൗണ്ട് അറ്റാക്കിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പട്ടാളക്കാരെ പിടിക്കാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ ചിന്തിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് വലിയ ഗൗരവം കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇറാനിൽ ഒരാൾ ഇത് പറയുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് കളയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1979 ഇപ്പോഴത്തെ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഇറാനിൽ വരുന്നത്. അന്ന് അവിടുത്തെ എംബസി സ്റ്റാഫിന് 52 ആൾക്കാരുണ്ടായിരുന്നു. അവരെ 444 ദിവസം അവിടെ ജാമ്യത്തടവുകാരായിട്ട് പിടിച്ച പാർട്ടിയാണ് ഈ പറയുന്ന ഇറാൻ. അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാനൊന്നും വലിയ മടിയുണ്ടാവില്ല. അതും ഇറാഖ് അല്ലെങ്കിൽ സദ്ദാം ഹുസൈൻ ഇറാനെ ആക്രമിച്ചുകൊണ്ടാണ് ആ സമയത്തെങ്കിലും വിട്ടുകൊടുത്തത്. 444 ദിവസം അവിടെ ജാമ്യത്തടവുകാരായിട്ട് വെച്ചിട്ട്. അപ്പോൾ അവർക്ക് ഈ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നതിലൊന്നും വലിയ ഇതില്ല. അപ്പോൾ അത് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. അമേരിക്കയാണുള്ളത് ആദ്യമായിട്ട് കണ്ട് അറിഞ്ഞ ആൾക്കാർ. അതേപോലെ ഇസ്രായേലിനാണെങ്കിലും ഈ തടവുകാരെ പിടിക്കുന്ന ഏർപ്പാട് അവരും കുറേ അനുഭവിച്ചേക്കുന്നതാണ്. അവരുടെ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും, ഗിലാദ് ഷാലിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അങ്ങേരെ പിടിച്ചുകൊണ്ട് ഒരുപാട് ചർച്ചകളൊക്കെ നടന്ന്
എങ്ങനെയെങ്കിലും വിട്ടുതരണം, നിങ്ങളുടെ പ്രിസണേഴ്സിനെ വിട്ടുതരാന്നൊക്കെ പറഞ്ഞു. വിട്ടുതരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കേണ്ടി വന്നത് ഒരാൾക്ക് പകരം 1027 പേരെയാണ് ഇസ്രായേൽ കൊടുത്തത്. അപ്പോൾ ഇറാൻ പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ പിന്നെ അവരുടെ നിന്ന് കിട്ടണമെന്നുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് നല്ലപോലെ ഈ രണ്ട് കൂട്ടർക്കും അറിയാം, അമേരിക്കയ്ക്കും ഇസ്രായേലിനും അറിയാം. മാത്രമല്ല കരയുദ്ധമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്നുള്ളതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. ഏതായാലും അത് വളരെ ഗൗരവമായ ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ ഒരു സ്റ്റേറ്റ് ടെററിസം എന്നുള്ള ലെവലിലേക്ക്, കാരണം ഈ കൺവെൻഷണൽ വാറിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ കൺവെൻഷണൽ വാറ് വിട്ട് സ്റ്റേറ്റ് ടെററിസം എന്നുള്ള രീതിയിലേക്ക് ഇറാൻ മാറുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എങ്ങനെ കാണാം പക്ഷേ ഇതിനെ? അല്ല, വാറ് ടെററായി മാറുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പുതിയ യുദ്ധ സാഹചര്യത്തിൽ അത്ര അസംഭവ്യമല്ല. മാത്രമല്ല ഈ ഗൾഫ്, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ആഫ്രിക്കൻ തീവ്രവാദങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ISI, അതിന്റെ ആശാന്മാർ ISI ആണ്. അതായത് ടെറർ ചെയ്യുക മാത്രമല്ല, ടെററിനെ പ്രദർശിപ്പിക്കുക. ഇപ്പൊ ISI കണ്ടിട്ടില്ലേ, പരസ്യമായി മീഡിയയുടെ മുമ്പിൽ കഴുത്തറുക്കുക മാത്രമല്ല, അത് വീഡിയോ ചെയ്തിട്ട് ലോകം മുഴുവൻ പ്രദർശിപ്പിക്കും. എന്ന് വെച്ചാൽ ടെററൈസ് ചെയ്യുക. ഇത് ഒരാളെ കൊല്ലുകയല്ല, ലോകം മുഴുവൻ ഭീതിപ്പെടുത്തുക. ഇത് നമ്മുടെ ചരിത്രത്തിലൊക്കെ ധാരാളം ഉദാഹരണങ്ങളുള്ളതാണ്. അപ്പോ ഈ വാറിനെ ടെററൈസ് ചെയ്യാനുള്ള സാധ്യതകൾ തള്ളിക്കളഞ്ഞൂടെ, പ്രത്യേകിച്ച് ഇറാന്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ ഇപ്പോൾ സാറ് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിൽ 2-3 തലങ്ങളുണ്ട്, 2-3 അടുക്കായിട്ട് അതിനെ എടുക്കേണ്ടി വരും. ഒന്ന്, ആഫ്റ്റർ ആൾ ഇറാൻ എന്ന് പറയുന്നതിന്റെ പരമമായ നേതൃത്വം അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് പോലുമല്ല, അതിന് മീതെയുള്ള മത നേതൃത്വമാണ്. മത നേതൃത്വത്തിന് ഇപ്പൊ നേതാവ് ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്നുണ്ട് ആളുകൾ. മുജ്തബ ഈ ഫ്യൂണറലിൽ പോലും പുറത്തു വന്നിട്ടില്ല. അത് സുരക്ഷാ കാരണങ്ങളാലെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് വിശ്വസിക്കുന്നില്ല ലോകമാധ്യമങ്ങൾ. മുജ്തബ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ആരോഗ്യമുണ്ടോ, അത് കോമായിലാണോ തുടങ്ങിയ സംശയങ്ങളുണ്ട്. അപ്പൊ ആത്മീയ നേതൃത്വമാണ് അന്തിമമായി തീരുമാനിക്കുക. ഇനി ആത്മീയ നേതൃത്വം ഈ നിലപാടിനെ പിന്തുണച്ചൂടായികയില്ല പുതിയ സാഹചര്യത്തിൽ, 2 കാരണങ്ങളാൽ. ഒന്ന്, ഒരു ആത്മീയ നേതാവിനെ ഭീകരമായി കൊന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന്. അതിനുള്ള തിരിച്ചടി എങ്ങനെയും ആവാം, എന്തും ജസ്റ്റിഫൈ ചെയ്യുമല്ലോ അതിന്. ആത്മീയ നേതാവിനെ കൊന്നു, അതും 10-36 കൊല്ലം ആത്മീയ നേതാവായിരുന്ന അലി ഖാംനയെയും സംഘത്തെയും അവരുടെ കുടുംബസമേതം കൊല്ലുകയാണ്. അതിന് വേണമെങ്കിൽ ഇവർക്ക് പഴയ കർബലയിൽ ഒക്കെ മാതൃകയാക്കാം ഷിയ മുസ്ലിമിനെ. അപ്പോ അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ട് പുതിയൊരു ഇപ്പോ അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ, പക്ഷെ ഈ പ്രശ്നം, പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മുജ്തബയാണല്ലോ പറയേണ്ടത്. എന്താണ് മുജ്തബ മിണ്ടാത്തത്? മുജ്തബ മിണ്ടിയില്ലെങ്കിൽ ഇനി നീ നേരത്തെ ഇപ്പോ സിനു പറഞ്ഞ പോലെ മുജ്തബായും ആയിക്കൊള്ളണമെന്നില്ല. ഒരു പുതിയ ആത്മീയ നേതൃത്വം വന്നേക്കാം, അത് വരാനുള്ള പ്രേരണയാവാം, അല്ലെങ്കിൽ അങ്ങനെ വരാനിടയുള്ള ഒരു ശക്തിയുടെ പിൻബലം കൊണ്ടായിരിക്കാം ഈ പറയുന്നത്. ഒന്ന്. രണ്ടാമത്, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പുതിയ വിഭാഗം അവിടെ വന്നിട്ടുണ്ട്. അവർ കുറെ കൂടി സത്യത്തിൽ നമ്മളിപ്പോ കണ്ടാൽ അറിയും, ഈ ട്രൂസ് ചർച്ചയുണ്ടല്ലോ, ഈ സീസ് ഫയർ ചർച്ചക്കൊക്കെ അമേരിക്ക വിളിച്ചെടുത്തൊക്കെ അവർ പോയിട്ടുണ്ട്. ഈ ആലോചിച്ച് നോക്കൂ, അമേരിക്ക വരാതിരുന്നപ്പോൾ പോലും പാകിസ്ഥാൻ വിളിച്ചിട്ട് ഇസ്ലാമാബാദിൽ അവർ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതൊന്നും സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം, യുദ്ധം തീരണം, സമാധാനം വേണം, സമാധാനത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ഇറാനിലുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം സാമ്പത്തികമാണ്. അത് നടുവൊടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നവര്, ആ ജനത വലിയ ക്ഷാമമാണ് അനുഭവിക്കുന്നത്. മാത്രമല്ല വലിയ വിലക്കയറ്റമാണ്. അവർക്ക് ഞാൻ കേട്ടത് 1/3 അവിടുത്തെ ശമ്പളമൊക്കെ വെട്ടിക്കുറച്ചിരിക്കുന്നു നാഷണൽസിന്റെ. അപ്പോ ഇങ്ങനൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തില് ഇപ്പോ ഈ നിലവിലുള്ള ഭരണകക്ഷിയല്ല, പണ്ടത്തെ പഴയ വിദേശകാര്യമന്ത്രി, ഇപ്പൊ MP അല്ലെ, അങ്ങനെ ഒരാൾ വിളിച്ചു പറയുന്നതിന് ഇറാന്റെ നിലപാടായിക്കൊള്ളുന്നില്ല. പക്ഷെ ഈ സാഹചര്യത്തിൽ ഇത്ര കടുത്തൊരു നിലപാട് അവിടുത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MP സൂചിപ്പിച്ചെങ്കിൽ അതിന്റെ പിന്നിൽ ചില നീക്കങ്ങൾ ഉണ്ടാവും. ഇനി അന്തിമമായ ഒരു കാര്യം കൂടിയുണ്ട്. ഇനി ഇപ്പൊ ഈ വാറിനെ ടെററാക്കി മാറ്റിയാൽ പോലും പുതിയ ലോകം പുതിയ സാഹചര്യത്തിൽ അത് അംഗീകരിച്ചു എന്ന് വരും. ഇറാനെ കുറ്റപ്പെടുത്തിയെന്ന് വരില്ല. അതിനെന്താ കാരണം എന്നറിയോ? ഫ്യൂണറൽ നടക്കുമ്പോൾ നിലവിട്ട് പെരുമാറി ട്രംപ്. ഓർമ്മയില്ലേ? ഒരിക്കലും പറയാൻ പാടില്ല. ആ സമയത്ത് ലോകം മുഴുവനുള്ള ആത്മീയാചാര്യന്മാരും ലോകം മുഴുവനുള്ള രാഷ്ട്രത്തലവന്മാരും വന്ന് ഏത് വിധേനയാവട്ടെ കൊല്ലപ്പെട്ട ഒരു രാഷ്ട്രത്തലവനെ പ്രണാമം അർപ്പിക്കുന്ന സമയത്ത് വിളിച്ചു പറയാൻ പാടില്ലാത്തതാണ്. ഈ ഷോ ഒന്നും എന്റെ അടുത്ത് വേണ്ട, ഒറ്റ ബോംബ് കൊണ്ട് തീർക്കാവുന്ന ഓർമ്മയില്ലേ സാർ? അങ്ങനെ പറഞ്ഞ ഒരു ട്രംപിനോട് ഇതിലപ്പുറവും ആകാമെന്നൊരു മനസ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്.
അതുകൊണ്ട് ഇറാനിൽ എന്ത് സംഭവിക്കുമെന്ന് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കാണാം. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ ആയത്തുള്ള റൂഹുള്ള ഖൊമേനിയുടെ മകനുണ്ട്, അതായത് അലി ഖൊമേനി. അലി ഖൊമേനിയെ പുതിയ ഒരു പരമോന്നത നേതാവ് ആക്കിയാലോ എന്ന് IRGCക്ക് ഒരു പുതിയ ആലോചന. കാരണം മുജ്തബ ഖമനി ഈ സ്വന്തം പിതാവിന്റെ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഈ ഖബറടക്ക ചടങ്ങിലൊന്നും പങ്കെടുത്തില്ല. അങ്ങനെ സ്വന്തം പിതാവിന്റെ ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാതെ ഈ ബങ്കറിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ എന്തിനാണ് പരമോന്നത നേതാവായിട്ട് വേണ്ടത് എന്ന് ഇറാനിലെ ജനങ്ങൾ ചോദിച്ചു. IRGCയെ സംബന്ധിച്ചിടത്തോളം സമാധാനം വേണ്ട, അവർക്ക് യുദ്ധം ചെയ്ത് മുകളിലേക്ക് പോയാൽ മതി, ഹൂറിയറുടെ അടുത്തേക്ക് പോയാൽ മതി. അതുകൊണ്ട് IRGC എടുക്കുന്ന നിലപാടാണ് ഇറാൻ ഭരണകൂടത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത്. പെസഷ്കിയനുണ്ട്, അബ്ബാസ് അരഗാച്ചി ഉണ്ട്, കാലിബാഫ് ഉണ്ട്, ഇവരൊന്നും പറയുന്ന കാര്യങ്ങളല്ല IRGC എടുക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പഴയ വിപ്ലവീര്യം, അതായത് ആയത്തുള്ള റൂഹുള്ള ഖൊമേനിയുടെ ആ വിപ്ലവീര്യത്തിന്റെ പിന്തുടർച്ചക്കാരൻ അലി ഖൊമേനി വരട്ടെ, അയാളാണ് ഈ മുജ്തബ ഖമനിയുടെ ഈ ചടങ്ങുകൾക്ക്, ഖബറടക്ക ചടങ്ങുകളിലൊക്കെ തന്നെ ഒരു മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. സാധാരണഗതിയിൽ ഈ പരമോന്നത നേതാവിന്റെ ഖബറടക്ക ചടങ്ങ് നടത്തുമ്പോൾ അടുത്ത ആയത്തുള്ള ആരാണോ അയാളാണ് ഇതിന് നേതൃത്വം നൽകണ്ടേ. അവിടെ മുജ്തബ വന്നില്ല. അപ്പൊ ഇപ്പോഴുള്ള സംശയം, മുജ്തബ ജീവനോടെ ഉണ്ടോ, അതോ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുകയാണോ, IRGC എന്തോ മറയ്ക്കുന്നുണ്ട്. അങ്ങനെ IRGC യുദ്ധത്തിന് അപ്പുറത്തേക്കുള്ള ഒരു നിലപാടിനും വഴങ്ങുന്നില്ല. ഞങ്ങൾക്ക് യുദ്ധം മതി, അമേരിക്കയെ തീർക്കണം, ഇസ്രായേൽ തീർക്കണം. അങ്ങനെയാണ് മാഷ് നേരത്തെ പറഞ്ഞതുപോലെ പരസ്യമായിട്ടും അമേരിക്കയിലെ ഭടന്മാരെ അല്ലെങ്കിൽ ആർമി ഉദ്യോഗസ്ഥരെ പിടികൂടി ഒന്നിൽ കഴുത്തു വെട്ടുക, അല്ലെങ്കിൽ ഈ റോഡിലൂടെ പരസ്യമായിട്ട് അപമാനിക്കുക. അത് വലിയ വിനാശമായിരിക്കും അവർക്ക് വരുത്തി വെക്കുന്നത്. എന്തായാലും ടെറർ ആകുന്നത് ലോകത്തിനൊട്ടും നന്നാവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും ടെറർ ആയില്ലെങ്കിൽ പോലും സാറ് പറഞ്ഞ അതിന്റെ ആദ്യത്തെ പാർട്ട് എടുത്ത് നോക്കൂ, ബന്ദിയാക്കുക. അത് പക്ഷേ ഇസ്രായേൽ അനുഭവിച്ചതാണ് സാറ് പറഞ്ഞത്. അതുകൊണ്ട് ബന്ദിയാക്കാൻ പോകുന്നു. ബന്ദികൾ അത് പിടിച്ചെടുക്കാൻ എളുപ്പമാണ്. അമേരിക്കൻ ബേസ് ഇഷ്ടം പോലെ ഉണ്ട് ഇവർക്ക്, ഒരാളെ തട്ടിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ അമേരിക്കൻ ബന്ദികളെ, അമേരിക്കൻ പട്ടാളക്കാരെ ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ടുപോയി ബാർഗെയിൻ ചെയ്യുന്നത് പോലും, അവരെ ഭീകരമായി പീഡിപ്പിച്ചില്ലെങ്കിൽ പോലും ബാർഗെയിൻ ചെയ്യുന്നത് പോലും വലിയ യുദ്ധതന്ത്രമാണ്. അത് ഇസ്രായേൽ അനുഭവിച്ചതാണ്. അതുകൊണ്ട് ആ ഒരു നിലയിലേക്ക് പോകാതിരിക്കാൻ ഇസ്രായേൽ കൂടി അമേരിക്കയെ ഉപദേശിക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. അറബ് രാജ്യങ്ങളിൽ അമേരിക്ക യുദ്ധം ചെയ്യാൻ പോയപ്പോഴൊക്കെ അമേരിക്കൻ ഗവൺമെന്റുകൾ തോറ്റുപോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അമേരിക്കൻ ജനത അന്ന് ഉയർത്തിയത് ഞങ്ങളുടെ പൗരന്മാരെ കുരുതി കൊടുക്കുന്നു ഈ ഭരണകൂടം എന്നാ. ഓർമ്മയില്ലേ, പഴയ ബുഷിന്റെ കാലത്തൊക്കെ അത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അമേരിക്കൻ ഗവൺമെന്റും ഇസ്രായേൽ ഗവൺമെന്റും ഇങ്ങനെ ഒരു നീക്കത്തെ പിന്തുണക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അതിവേഗത്തിൽ ഒരു പക്ഷേ അമേരിക്കയുടെ ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നുള്ള ആക്രമണം അവസാനിപ്പിക്കാനുള്ള തന്ത്രപരമായ ഒരു നീക്കം കൂടി ആവാം. ഒരു പക്ഷേ അതിന്റെ പിന്നിൽ ഈ അലി ഖുമൈനി ഉണ്ടാവാം. അലി ഖുമൈനിയും വിഭാഗവും ഉണ്ടായിരിക്കുകയും ചെയ്യാം. ഇറാനകത്ത് എന്ത് നടക്കുന്നു ഒരു ഇരുമ്പ് മറയാണ്, അത് ഭീകരമാണ്. നമുക്ക് അറിഞ്ഞൂടാ. അവർ കാണിച്ചു തരുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇപ്പൊ തന്നെ സാറ് ഇത് കാണുന്നത് ഇറാൻ ടിവിയിൽ, ഒഫീഷ്യൽ ടിവിയിൽ ഒരാൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുമ്പോഴാണ്. അതുപോലും യാദൃച്ഛികമാവില്ല. ഇങ്ങനെ ഒരാളെ കൊണ്ട് സംസാരിപ്പിക്കേണ്ടതുണ്ട് എന്നവർ തീരുമാനിക്കുന്നത് പോലും ഒരു വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും. കാത്തിരുന്ന് കാണാം.